സ്വാഗതം ചെയ്യുന്നു അടുത്ത മത്സരാർത്ഥിയെ AVT പ്രീമിയം വനിതാ രത്നം 2ലേക്ക് സഫിയ. സഫിയ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഈ കഴിഞ്ഞ ആഴ്ച ഡേഞ്ചർ സോണിൽ വന്നു വെച്ച് മനുഷ്യൻ ഇങ്ങനെ മാറിപ്പോവും. എന്തു പറ്റി? കഥാപാത്രം എന്താണ്? ആകെ എന്താണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്? പ്രണയം നഷ്ടപ്പെട്ടു, നൈരാശ്യത്തിലേക്ക് വഴുതി വീണു, മാനസിക നില കുറച്ച് തകരാറായി, അങ്ങനെ ജീവിക്കുന്നു. അതായത് യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു ബന്ധം. എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല, കാരണം മറുപടി പറയാൻ പോലും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരാളാണ് അയാളുടെ പ്രൊഫഷൻ അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി, അതിനോട് ഒത്തിരി ഭ്രാന്തായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയെ പ്രേമിക്കുന്ന ആളെ നോക്കുമ്പോൾ കുറച്ച് കറക്റ്റായിട്ട് ചൂസ് ചെയ്യണ്ടേ? ഈ ചോയ്സിന്റെ പ്രശ്നമാണ്. മറ്റേ മുറിച്ചെന്നൊക്കെ പറഞ്ഞ ചോയ്സ് മാറിപ്പോയി. പ്രേമത്തിന് കണ്ണില്ലെന്ന് കേട്ടിട്ടില്ലേ? കേട്ടില്ല, പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി. ചേട്ടാ, ക്യാരക്ടറിന് ഇഷ്ടപ്പെട്ടോ? സഫിയ, നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. എന്തായാലും പ്രണയത്തിൻ്റെ കഷ്ടപ്പാടാണ് വേർപാടായിട്ട് അവതരിപ്പിക്കുന്നത് അല്ലേ? അങ്ങനെയല്ല, ഇഷ്ടം ഒരുപാടാണ്. അതിൽ നിന്ന് അയാളിൽ നിന്നൊരു വേർപാടുണ്ടായപ്പോൾ പെട്ടെന്ന് മാനസിക നില തെറ്റിപ്പോയൊരു സ്ത്രീ. ഓക്കെ, അപ്പോൾ പ്രണയം, വിരഹം, വേർപാട്, വേദന. അതെ, അപ്പോൾ എല്ലാം കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എല്ലാത്തിൻ്റെ ഒപ്പം ഒരു പ്രസവ വേദനയും അല്ലേ? സഫിയ, ആദ്യം ഞാൻ ചോദിക്കാൻ പോണ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം തരണം കേട്ടോ. എന്നാൽ 10 മാർക്കാണ് ഫ്രീ ആയിട്ട്. lastminute.com ആണോ? ആത്മാർത്ഥമായിട്ട് പറയൂ. അതെ, അല്ല, കുറച്ച്. അതെ, അല്ല, കുറച്ച്. അല്ല, അതെ, കുറച്ച്. ലാസ്റ്റ് ഇത്തിരി മാറ്റം വരുത്തേണ്ടി വന്നു. അതുകൊണ്ട് വാക്ക് എവിടെ പോയി? ഗംഭീരാക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഗംഭീരമാക്കണം, കാരണം നന്നാവാൻ വേണ്ടിയിട്ടുള്ള മാറ്റമായിരിക്കണം അത്, അല്ലേ? അതാണോ അല്ലയോ നമുക്ക് പിന്നെ പറയാം. ഒരു ചെറിയ ചോദ്യം കൂടി ഉണ്ട്. എപ്പോഴും ഈ ഡീഗ്ലാമറൈസ് റോൾസ് എടുക്കുന്നതിൻ്റെ ഗുട്ടൻസ് എന്താണ്? ഞാൻ എൻ്റെ സ്വന്തം സെലക്ഷനാണ്. അപ്പോൾ അതിന് ആ കഥാപാത്രം കണ്ണിൻ്റെ മുമ്പിൽ സുന്ദരിയായിട്ട് ഇതുവരെ തോന്നിക്കാറില്ല. അല്ല, ഈ കഥാപാത്രമേ അതിന് യോജിക്കത്തുള്ളൂ തോന്നിയത് കൊണ്ട് അങ്ങനെ എടുത്തു. അത്ര അതല്ലേ, പക്ഷെ ഇന്നേ വരെ എല്ലാം അങ്ങനത്തെ ചെയ്തിരിക്കുന്നത്. അതെ, ശരി. പക്ഷെ പോട്ടെ, നമുക്ക് നന്നാവുന്നതല്ലേ നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? അസ്ലൈ ചെയ്യൂട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. lastminute.com ഒന്നും അല്ലല്ലോ. ലാസ്റ്റ് മിനിറ്റ് അല്ല, ഒരു ചെറിയ ചേഞ്ച് വരുത്തിയത് ലാസ്റ്റ്. അത് ഒരു മുൻകൂർ ജാമ്യമായിരുന്നു. അഥവാ മോശമെങ്കിൽ അന്നേരം പറയല്ലോ lastminute.com അല്ല, അത് ലാസ്റ്റ് ഇച്ചിരി ചേഞ്ച് വരുത്തി. പക്ഷെ കൊണ്ടുവന്ന സാധനം തന്നെയല്ലേ? അതെ, അല്ലാതെ നമ്മൾ ഇന്നലെ മൊത്തം അല്ല. ഗ്രൂമറുടെ തലയെ വെക്കാൻ നോക്കിയതാ. നടക്കില്ല. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് ചെയ്യൂ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു വേദനിക്കുന്ന കോടി ശരിയായിട്ട് വരും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പ്രണയത്തിന്റെ പൂക്കൾ നെഞ്ചിൽ ചൂടി പറക്കവേ, മൃത്യുവാൽ വേർപെട്ടുപോയി ഇണക്കിളികളുടെ വേദന. ചിന്മേനെ അറിയൂ? ചിന്തു, മാലതിയുടെ ചിന്തു. ഈ മഴ അവനെ കൊണ്ടുപോയത്. വലിയ ഫോട്ടോഗ്രാഫറാ. അവന് ഫോട്ടോഗ്രാഫറാ. അവൻ പറയുന്നത് ഈ ക്യാമറയും നീയും മാത്രം മതി എനിക്ക് ലോകത്ത്, വേറെ ഒന്നും വേണ്ടെന്ന്. എന്നിട്ട് അന്ന് രാത്രി മഴയുടെ ഫോട്ടോ എടുക്കാൻ പോയതാ. പോയിട്ട് വന്നില്ല. അറിയില്ല, ഒന്നും അറിയില്ല. സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. എന്തൊരു ഇഷ്ടമാണെന്നറിയാം എന്നോട്. ജീവനല്ലേ, വലിയ വിപ്ലവക്കാരനാ.
അവൻ്റെ ചിന്തകളെല്ലാം അങ്ങനെ. അവൻ്റെ പാട്ട് കേൾക്കണം. 21-ാം നൂറ്റാണ്ടിൻ്റെ പടിക്കലെത്തി നമ്മൾ, ഉച്ചകളെയും കവച്ചു വെച്ച് കുതിച്ചു പായുക യാത്ര പറഞ്ഞു പോയ അന്നും എന്നോട് പറഞ്ഞു, കവിത പാടുന്ന നിന്റെ നാവ് ഞാൻ കടിച്ചെടുക്കും. ഗിരിനിരകളിൽ നിന്നും സൗഖ്യം തുളുമ്പുന്ന പൂവുകൾ കൊണ്ടുവരും. പിന്നെ ചൂരക്കൊട്ട നിറയെ ഉമ്മകൾ. ചിറകൊടിഞ്ഞൊരിണകളാണ് വഴിവിളക്ക് കണ്ണ് ചിമ്മുമീ വഴിയിലെന്ത് നമ്മൾ പാടണം. എന്നുമെന്നും എൻ്റെ നെഞ്ചകം കൊഞ്ചും മൊഴി നിന്നെ ഓർത്തിടും. നിന്റെ ചിറകിൻ ചൂടു തേടി ഞാൻ ചിറകടിച്ച ചകിത കാമുകൻ. തലയറഞ്ഞു ചത്തു ഞാൻ വരും നിന്റെ പാട്ട് കേൾക്കുവാനുയർ. കൂടുവിട്ട് കൂടുപായുമൻ മോഹമാറ് കൂട്ടിലാക്കിടും. കൂടുവിട്ട് കൂടുപായുമൻ മോഹമാറ് കൂട്ടിലാക്കിടും. അവൻ വരും, അവൻ വരും, അവന് വരാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ സ്വപ്നം കണ്ടു ഞങ്ങളുടെ കുഞ്ഞിനെ, അവന് വരാതിരിക്കാൻ പറ്റില്ല. പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് ആയിക്കോളാം. എനിക്കതാ ഇഷ്ടം. ഞാൻ ഒറ്റയ്ക്ക് ആയിക്കോളാം. എനിക്കത് മതി, എനിക്കത് മതി, എനിക്കത് മാത്രം മതി. എനിക്ക് നിന്നെ വേണ്ട. എനിക്ക് ആകെ ഉണ്ടായിരുന്ന എൻ്റെ ചിന്തു പോയി. ഇനി എൻ്റെ നമസ്കാരം സഫിയ. നമസ്കാരം. നന്നായി ചെയ്തു, താങ്ക് യു. നന്നായി ചെയ്തു സഫിയ. സഫിയയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ കാര്യം ഞാൻ പറയാം, ബോഡി ലാംഗ്വേജ്. താങ്ക് യു. ഓക്കെ,
സ്പെഷ്യലി ഞാൻ ആദ്യം ചോദിച്ചു ഗ്ലാമറൈസ്ഡ് ആയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്യുമ്പോൾ ഏറ്റവും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് നീതി പുലർത്താൻ കുറച്ച് ആൾക്കാർക്കേ പറ്റാറുള്ളൂ. കാരണം ഇപ്പോൾ ഓൾറെഡി അതൊരു ഒന്നും ശരിയല്ല, വേഷം ശരിയല്ല, അവിടെ ഇവിടെ കീറി പറഞ്ഞ് അതിനൊക്കെ ഒരു കൺവിക്ഷൻ ഇല്ലായ്മ ഉണ്ടാവും പെർഫോം ചെയ്യുമ്പോൾ ചിലർക്ക്. പക്ഷേ അത് മോശമായോ, ഞാനിങ്ങനെ ചെയ്താൽ എന്നെ കാണാൻ ഭംഗിയില്ലാന്ന് എന്തായാലും മനസ്സിലായി, ഞാൻ ഇങ്ങനെ ചെരിഞ്ഞാൽ അവിടെ കാണുമോ, അങ്ങനെ ചെരിഞ്ഞാൽ അവിടെ ഇതൊക്കെ കണ്ടാൽ മോശമല്ലേ, അതൊന്നുമില്ലാതെ കൺവിക്ഷനോടുകൂടി ഞാൻ ഈ വസ്ത്രം അണിഞ്ഞു, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിനെ എനിക്ക് കാണാൻ പറ്റി, സഫിയെ കാണാൻ പറ്റിയില്ല. താങ്ക് യു മാം. കൺവിക്ഷൻ ഓക്കെ, അത് അസ്ലൈ ചെയ്തു. ഡയലോഗിലെ മോഡുലേഷൻ ഹസ്കിയായിട്ട് പറഞ്ഞെടുത്ത് ഹസ്കിയായിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ കഥ പറയുന്ന രീതിയിൽ ആ ഒരു ടോണിൽ സംസാരിച്ചു. ആ കാര്യവും പോസിറ്റീവാണ്. കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലും ഞാൻ എഴുതിയിട്ടുണ്ട്. ദ പ്രോപ്പർട്ടി വാസ് വെൽ യൂസ്ഡ്. അതൊരു തോട്ട്ഫുള്ളി യൂസ്ഡ് പ്രോപ്പർട്ടി ആയിരുന്നു അത്. അതൊരു ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. തെരുവിൽ പ്രസവിക്കുന്ന ഒരു ഭ്രാന്തിയായ സ്ത്രീയെ കാണാൻ പറ്റി. താങ്ക് യു. റൈറ്റ്. അപ്പോൾ അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഹാവിങ് സെഡ് ഓൾ ദിസ്, ചെറിയ ചെറിയ നെഗറ്റീവ് ക്വാളിറ്റീസ്, നെഗറ്റീവായിട്ട് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം. ഇടയ്ക്ക് അവിടെ ഇവിടേക്ക് ഇത്തിരി ഓവർ ഡൂ തോന്നി. ഇടയ്ക്ക്, എല്ലായിടത്തും ഇല്ല, അത് ഇടയ്ക്ക് എവിടേക്കോ സഫിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, പിന്നെ തിരിച്ചു പിടിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വിഭ്രാന്തി ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്ക് ആ ഒരു ഈ വിഭ്രാന്തി ആണെങ്കിൽ പോലും നമുക്കങ്ങ് കയറ് ഊരിവിട്ട പോലെ അങ്ങ് ചെയ്യാൻ പറ്റില്ല. കൺട്രോൾഡ് ആയിരിക്കണം അവിടെ എവിടെയൊക്കെ ആയിട്ട്. അത് ഇടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അഗെയിൻ എനിക്ക് ആ ഈ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് വന്ന സമയം അതൊരു പുഷിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഓക്കെ. പിന്നെ ആ പാട്ട്, ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാട്ട് സഫിയയ്ക്ക് കുറച്ചൊന്ന് അഭിനയിക്കാൻ വേണ്ടി ഉപയോഗിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ പാട്ടിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് മനസ്സിലോട്ട് എടുത്തിട്ട് നമ്മുടെ സിറ്റുവേഷൻ ഹെൽപ്പ് ചെയ്യാനായിരിക്കണം സോങ്. പക്ഷേ അയാളുടെ പ്രോപ്പർട്ടീസ് എനിക്ക് അതിനോടുള്ള സെൻറ്റിമെൻറ്റ്സ് ഓർക്കാൻ വേണ്ടിയുള്ള ഒരു കവിതയാണത്. അതെ. പക്ഷേ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് വന്നതുകൊണ്ട്, ആ പാട്ട് വന്നതുകൊണ്ടാണ് ഇതൊക്കെ സഫിയ ചെയ്തതെന്ന് ഫീൽ ചെയ്തു. പക്ഷെ അതില്ലായിരുന്നെങ്കിൽ അല്ലേ കുറച്ചുകൂടെ സ്ട്രോങ് ആവുക. ആസ് ഓഫ് നൗ ടോട്ടാലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇനി ഇത് lastminute.com ആണെന്ന് പറയരുത്. കാരണം ഇത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. നന്നായി ചെയ്തിട്ടുണ്ട്. അവസാന മിനിറ്റ് മുരളിച്ചേട്ടൻ പറഞ്ഞു തന്നെയാണ് സത്യം, lastminute.com അല്ല. ഓക്കെ, നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല ഹോംവർക്ക് ഉണ്ട്. എനിക്ക് സഫിയയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഏത് കഥാപാത്രം ചെയ്താലും, അതിപ്പോൾ ഗ്ലാമറൈസ് കഥാപാത്രം നമ്മൾ കാണാൻ വരുന്നതേ ഉള്ളൂ, പക്ഷെ എന്തായാലും അത് താത്തയാണെങ്കിലും ബാഗ്ദാദിലെ അമ്മയാണെങ്കിലും ഇവിടുത്തെ വിഭ്രാന്തിയുള്ള സ്ത്രീ ആണെങ്കിൽ പോലും ക്യാരക്ടറിനോട് കൺവിക്ഷൻ ചെയ്യാൻ സഫിയയ്ക്ക് പറ്റുന്നുണ്ട്. അതൊരു വലിയ കഴിവാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് സഫിയ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സഫിയ വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. സഫിയ അവതരിപ്പിച്ച ക്യാരക്ടറിൻ്റേത് ചാപിള്ളയായിരുന്നെങ്കിലും സഫിയ ഞങ്ങൾക്ക് തന്നത് വളരെ ജീവനുള്ള ഒരു പെർഫോമൻസാണ്. താങ്ക് യു സർ. നന്നായിരുന്നു. ഇറ്റ് വാസ് എക്സലൻറ്റ്. ആ പാട്ടും സഫിയ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നാണ് എൻ്റെ പക്ഷം. താങ്ക് യു സർ. കാരണം ആ പാട്ടിലൂടെ ഈ കാമുകനെ കുറിച്ചുള്ള ഓർമ്മകൾ, ആ പ്രണയത്തിൻ്റെ തീവ്രത, തീക്ഷ്ണത എല്ലാം തന്നെ ആ പാട്ടിലൂടെയും പെർഫോമൻസിലൂടെയും എനിക്ക് കിട്ടി. പിന്നെ അത് ഉപയോഗിക്കാതെ വേറൊരു പെർഫോമൻസ് കിട്ടുമായിരുന്നു എന്ന് പറയുന്നത് ആ പൂർണ്ണിമയുടെ ആ തോട്ടിനോടും എനിക്ക് വിയോജിപ്പൊന്നുമില്ല. അത് വേറൊരു തോട്ടാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു സഹായം ഇല്ലാതെ തന്നെ ഇമോട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ ഈ പാട്ടിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. പിന്നെ മഴയും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. വളരെ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തു. പിന്നെ ഗ്രൂമിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ തീർച്ചയായിട്ടും ആ മഴ ഒരു ക്യാരക്ടറാക്കി മാറ്റി സഫിയ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ വേസ്റ്റ് പേപ്പർ, അല്ല വേസ്റ്റ് ബാസ്ക്കറ്റ്, ബിൻ, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. അതൊരു കവറാക്കി തന്നെ യൂസ് ചെയ്തത് അത് ഒരു നല്ല ഇൻ്റലിജൻ്റ് അപ്രോച്ചാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ ഒരു നാച്ചുറൽ പെർഫോമൻസാണ്. ഈ ഭ്രാന്തിയുടെ തന്നെ അവസ്ഥ, അതിൽ എന്താണ് ഈ കാമുകന് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് പോലും ഒരു ആകാംക്ഷ തോന്നുന്ന രീതിയിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. കാമുകൻ എന്ത് സംഭവിച്ചു, കാമുകൻ മഴയത്ത് മരിച്ചിട്ടുണ്ടാവും, എവിടെ പോയി, എന്ത് പോയി, എങ്ങനെ പോയി എന്നുള്ളതൊന്നും വ്യക്തമാക്കാതെ തന്നെ നമ്മുടെ മനസ്സിലൊരു വേദനയാക്കി മാറ്റിയിട്ടുണ്ട് ഈ പെർഫോമൻസ്. വേർപാടെന്ന കൺസെപ്റ്റ് വളരെ നന്നാക്കി ആവിഷ്കരിച്ചു. താങ്ക് യു സർ. വെൽ ഡൺ. സഫിയ അസലായിരുന്നു. നന്നായിരുന്നു. താങ്ക് യു സർ. നല്ല നമ്മളെ ഗ്രൂമിങ്ങിൽ നിന്ന് നല്ല ഡെവലപ്മെൻറ്റാണ്. വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം, മറ്റേ വേർപാടും ഉണ്ടായിരുന്നില്ല,
ആക്ച്വലി അത് കണ്ടിട്ട് ഞാൻ തന്നെ എനിക്ക് ഇതിൻ്റെ കഥ എന്താണെന്ന് ഞാൻ സഫിയോട് ചോദിക്കേണ്ടി വന്നിരുന്നു. അത്രയ്ക്കും ദുരൂഹമായൊരു സാധനമായിരുന്നു. ഞാൻ എപ്പോഴും പറയല്ലോ, നമ്മൾ എന്ത് ചെയ്താലും, ഞാൻ എൻ്റെ കൂടെ പഠിച്ചിറങ്ങിയ പല സ്കൂൾ ഓഫ് ഡ്രാമക്കാരോട് ഞാൻ പറയും, മേക്ക് ഇറ്റ് വെരി സിമ്പിൾ, ലെറ്റ് ദം നോ. കാണുന്ന ആളുകൾ ഇത് മനസ്സിലാക്കട്ടെ, എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മൾ വെറുതെ കാര്യങ്ങളൊന്നും ദുരൂഹമായിട്ട് ഒരു കാര്യമില്ല. ജനങ്ങളിൽ നമ്മളിൽ നിന്ന് അകന്ന് പോകാമെന്നല്ലാതെ അവരാരും നമ്മളെ അടുത്ത് വരാൻ പോകുന്നില്ല. പിന്നെ അപ്പോൾ നമ്മൾ ഈ ദുരൂഹമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ഒരു പ്ലേ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ഓടി രക്ഷപ്പെടുവർ, ഒരാൾ നമ്മളെ അടുത്ത് വരില്ല. അപ്പം മേക്ക് ഇറ്റ് സിമ്പിൾ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്, അതാണ് ഏറ്റവും നല്ലത്. അത് വിജയിച്ചിരിക്കുന്നു, ആ സ്റ്റെപ്പിൽ വിജയിച്ചിരിക്കുന്നു. ആദ്യത്തെ അനൗൺസ്മെൻറ്റ് എനിക്ക് ഇഷ്ടമായില്ല. അത് ക്ലിയർ അല്ല. വാട്ട് വാസ് ഇറ്റ്? നല്ല സൗണ്ടൊക്കെ കുഴപ്പമില്ലായിരുന്നു. നല്ല സൗണ്ട്. ആരാ പറഞ്ഞത്? ഇഷ്ടായില്ലേ? നല്ല സൗണ്ട്. ആരുടെ സൗണ്ടായിരുന്നു നല്ലത്? ഹസ്ബൻഡിന്റെ. അതെനിക്ക് പറഞ്ഞു. വാട്ട് വാസ് ഇറ്റ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. വിളിച്ചേട്ടാ തിരിച്ച് വീട്ടിൽ ചെല്ലണ്ട, അതുകൊണ്ടാണ് പറഞ്ഞത്. നന്നായി അവിടെ എന്ന് പറഞ്ഞിട്ട് പോയി അത് മനസ്സിലായില്ലേ? അത് ക്ലിയർ ആയില്ല. അത് മഴ നല്ലത് എന്ന് ഞാൻ വളരെ ഇതായിട്ട് എഴുതിയിട്ടുണ്ട്. എസ്പെഷ്യലി ദറ്റ് ഫസ്റ്റ് റെയിൻ, മനസ്സിലായില്ലേ? അവിടെ പോയി ഇരുന്ന് ഓക്കെ ഷഫി എനിക്ക് കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ആക്ച്വലി മഴ നമുക്ക് മിസ്സായത് ഈ ട്രാക്കിലൊന്നുമല്ല. ട്രാക്കിലെ മഴ ഇല്ലെങ്കിലും നമുക്ക് മഴ അഭിനയിക്കാൻ പറ്റും, മനസ്സിലായില്ലേ? പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഈ മഴയത്തേക്ക് വന്നപ്പോൾ പോലും സഫിയ ആ മഴ കൊള്ളുന്നതായിട്ടോ ഇല്ലായിരുന്നു മനസ്സിലില്ലായിരുന്നു. അവിടെയാണ് മഴ നഷ്ടപ്പെട്ടത്. മഴ ട്രാക്കിലല്ല പോയത്. ചിന്മയൻ വന്നപ്പം സ്വാഭാവികമായിട്ട് പോയതാ. അത് പോരുത്. മഴ ഉണ്ട് അവിടെ, മനസ്സിലായില്ലേ? അത് നമ്മൾ വൺസ് എസ്റ്റാബ്ലിഷ്ഡ് ദെൻ യു ഹാവ് ടു കണ്ടിന്യൂ ഇറ്റ്. നമ്മളത് തുടർന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ മഴ കഴിഞ്ഞു, മഴ പോയി എന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം, മനസ്സിലായില്ലേ? ആദ്യത്തെ പോർഷനിൽ നല്ലപോലെ ഉണ്ടായിരുന്നു. അവിടെ പോയിരുന്നതും മഴ പെയ്യുന്നതും എനിക്കൊരു കടത്തണ്ണയിലൊക്കെ ഇരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത്. താങ്ക് യു സർ. അതൊക്കെ അസലായിരുന്നു. പക്ഷേ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനെ ഒരു സാധനമേ ഇല്ല. പക്ഷെ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയത് മഴ എവിടെ എന്നുള്ളത്. ഞാൻ ട്യൂണിൻ്റെ അല്ലത്, ഇറ്റ്സ് ദ മൈൻഡ്, മനസ്സിന്നാണ് മഴ പോയത്, മനസ്സിലായോ? ആദ്യം അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എന്തായാലും ഞാനിത് ചെയ്തല്ലോ, ബാക്കിയുള്ള ഞങ്ങൾ ഊഹിച്ചോളും. ഞാനെപ്പോഴും നമ്മൾ യൂറോപ്യൻ തിയേറ്ററിൽ അല്ലെങ്കിൽ പുറത്തുള്ള തിയേറ്റേഴ്സിൽ നടികളും നടികൾ എന്ന് തന്നെ പറയാം, ഏറ്റവും ബോൾഡായിട്ട് ചെയ്യുന്ന ഒരു സാധനം ഇവിടെ സഫിയ ചെയ്തു. അത് പലപ്പോഴും പലപ്പോഴും സ്കൂൾ ഓഫ് ഡ്രാമയിലെ കുട്ടികൾക്ക് പോലും ചെയ്യാൻ ധൈര്യക്കുറവുള്ള സാധനമാണ് ടു ഗിവ് ബർത്ത് ഓൺ സ്റ്റേജ് ആൻഡ് ടു ഡു ഇറ്റ് വെൽ. യാതൊരു വൃത്തികേടും കൂടാതെ വളരെ നന്നായിട്ടത് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. താങ്ക് യു സർ. അതിനകത്ത് നമുക്ക് ശരിക്കും എനിക്കൊരു പെയിൻ തോന്നിയിരുന്നു അതിൽ, മനസ്സിലായില്ലേ? അത് വളരെ ബോൾഡ് സ്റ്റെപ്പാണ്. കാരണം ഈ വനിതാരത്നം പോലത്തെ ഒരു വേദിയിൽ അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞെട്ടിച്ചിളഞ്ഞു. അസലായിരുന്നു. അവസാനം ഈ ചാവളയാണെന്നുള്ളത് ഒന്നും കൂടിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് മിണ്ടുന്നില്ല എന്നുള്ള ആ മൊമെൻറ്റ്സൊക്കെയാണ് പറഞ്ഞത്. ഒന്നൊന്ന് ഷടയെന്ന് പറഞ്ഞാൽ ചാടി പോവാതെ കുറച്ചുകൂടി ഒന്ന് വിസ്തരിക്കാമായിരുന്നു, അവിടെ വിസ്തരിച്ച് അഭിനയിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ അവസാനവും ആ ചില ചിരിയും അതൊക്കെ അവിടെയാണ് നമ്മൾ കുറച്ചൊന്ന് ഓവറായി പോകുന്നത്, മനസ്സിലായോ? അവിടെ ഒന്ന് നമുക്കൊന്ന് പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു തരത്തിലായിരുന്നു നമുക്കിത് കിട്ടുക, മനസ്സിലായോ? പൊട്ടിച്ചിരിക്ക് പകരം ചെറിയ ചിരിയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ വേദന കുറച്ചുകൂടി ഉണ്ടാകുമായിരുന്നു കാണികളുടെ. പക്ഷെ നല്ല എഫേർട്ടായിരുന്നു സഫിയ, വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.